ഹലോ ഫ്രണ്ട്സ്. ലാസ്റ്റ് വീഡിയോയില് നമ്മള് ഫസ്റ്റ് എപ്പിസോഡിന്റെ പാർട്ട് 1 ആയിരുന്നു കണ്ടത്. അതില് നമ്മള് കണ്ടതായിരുന്നല്ലോ എങ്ങനെയാണ് നമ്മുടെ നായിക ജിയോൺ മരിക്കുന്നത് എന്നൊക്കെ. സോ അവളാ അവിടെ കിടന്ന് മരിക്കുകയും ആ കണ്ണടയ്ക്കുകയും ചെയ്യുന്ന സമയം നെക്സ്റ്റ് അവള് കണ്ണ് തുറക്കുന്നത് 10 വർഷം മുന്നേ ടൈം ട്രാവൽ ചെയ്ത് ഏപ്രിൽ 2013 അവള് വന്നിരിക്കുന്നത്. സോ അവളാ ടൈം ട്രാവൽ ചെയ്ത് വന്നതൊന്നും അവൾക്ക് ആ സമയത്ത് മനസ്സിലാവുന്നില്ല. 10 വർഷം മുന്നേ വന്നിരിക്കുകയാണ്. അത് 2023-ന്ന് 2013-ലേക്ക് അവള് വന്നിരിക്കുകയാണ്. അപ്പൊ അവള് കണ്ണ് തുറന്ന് നോക്കുമ്പോ ഫ്രണ്ടില് മിന്നിയിരിക്കുന്നു. സോ ആ മിന്നിനെ കണ്ടോടെ അവളെ ലാസ്റ്റ് ജന്മത്തിൽ കൊന്നതാണല്ലോ. അതായത് 10 വർഷം കഴിഞ്ഞ് കൊന്ന ആളാണ്. സോ മിന്നിനെ കണ്ടിട്ട് അവൻ പിന്നെയും ആക്രമിക്കാൻ വരുവാണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജീവൻ അവിടെ കണ്ടിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് പെറുക്കി അവന്റെ മേത്തിട്ട് എറിയുകയും അവനെ ആക്രമിക്കുകയൊക്കെ ചെയ്യുവാണ്. അപ്പൊ മിന്നു ഇവൾക്ക് ഇതെന്തോ പറ്റിയെന്ന് പറഞ്ഞിട്ടൊക്കെ ഓടുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്യാണ്. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും ബഹളം കണ്ടോണ്ട് അവര് നിന്നിരുന്ന ഒരു ഓഫീസാണ് നമ്മളെ കാണിക്കുന്നുണ്ട്. ആ ഓഫീസിലുണ്ടായിരുന്ന സ്റ്റാഫുകളെല്ലാം വന്ന് ഇറങ്ങി നിന്ന് നോക്കുവാണ് ഇതെന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. ആ ഒരു അവസരത്തില് ഇവളുടെ ഈ അക്രമം സഹിക്കാൻ വയ്യാതെ മിന്നു അവന്റെ കൈ ചുരുട്ടി പിടിച്ച് ഇവളെ ഇടിക്കാനായിട്ട് ഓങ്ങുന്ന സമയത്തിനാണ് നമ്മുടെ മെയിൻ ലീഡ് ഹീറോ അവിടെ എൻ്റർ ആവുന്നുണ്ട്. ജിഹോപ്പ് എന്നാണ് അവന്റെ പേര്. അവൻ ആ ഇടി തടുക്കുന്നുണ്ട്. അങ്ങനെ അവൾക്ക് പെട്ടെന്ന് ബോധം വരുവാണ്. അവള് നിൽക്കുന്ന ഓഫീസിലാണ് എന്ന് ബോധം വന്ന് അവളുടെ അവിടെ ഉണ്ടായിരുന്ന ഒരു കണ്ണാടിയിലൊക്കെ അവളുടെ രൂപം കാണുമ്പോ അവൾക്ക് പെട്ടെന്നൊരു തിരിച്ചറിവ് വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഷോക്കില് അവള് പിന്നെ അവിടെ ഉണ്ടായിരുന്ന സാധനത്തില് തട്ടി അവള് താഴെ വീഴാൻ പോകുമ്പം തിളച്ച ചൂടുവെള്ളം ഉണ്ടായിരുന്ന കെറ്റിൽ അവളുടെ മേത്തോട്ട് വീഴാനായിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ഒരു കൈ വന്ന് അത് തടുത്ത് ആ കെറ്റിലിലെ ചൂടുവെള്ളം തട്ടി മാറ്റി കളയുന്നുണ്ട്. അതാരാന്ന് നോക്കുമ്പോ നമ്മുടെ ജീഹോപ്പാണ് ഇരുന്നത്. അവന്റെ കൈ അതുവഴി ഉണ്ടായിരുന്നേ. അങ്ങനെ ഈ ബഹളങ്ങളൊക്കെ കേട്ട് അവിടേക്ക് വന്ന് സുമിൻ വന്നിട്ട് അവളോട് "ഓ എന്താ പറ്റി ജീവൻ" എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നത് കണ്ടിട്ട് ഇവളും ഉണ്ടോ? അങ്ങനെ എല്ലാവരും പെട്ടെന്ന് ഒരു ഷോക്കായിരുന്നു നമ്മുടെ ആർക്ക് ജിയൂണിന്. പിന്നെ പുറത്തിറങ്ങിയ ജിയൂണിനെ ആണെങ്കില് അവന്റെ കോട്ടൊക്കെ കൊടുക്കുന്നുണ്ട് ജീ ഹോപ്പ് കൂടെ പോയിട്ട് കോട്ടൊക്കെ കൊടുത്ത് കുറച്ച് പൈസയൊക്കെ അവളുടെ പോക്കറ്റിലൊക്കെ വെച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവളെ വീട്ടിലും ആക്കി കൊടുക്കുന്നുണ്ട്. വീട്ടിൽ കയറി നോക്കുമ്പം അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അവളുടെ ആ പഴയ വീട് തന്നെ അലങ്കോലപ്പെട്ടൊക്കെ കിടക്കുന്നു. ഫ്രിഡ്ജിൽ നോക്കുമ്പോ ഒരു ഒറ്റ ആഹാര സാധനവും ഇല്ല. കുറച്ച് മുട്ട മാത്രമുണ്ട്. അങ്ങനെ അവള് അവിടെ വീടൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്തിന് പുറത്ത് കോളിംഗ് ബെല്ല് കേൾക്കുന്നത് നോക്കുമ്പം പുറത്താണെങ്കിൽ കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ ഒരു കവറിൽ തൂക്കി ഗേറ്റിന് പുറത്ത് തൂക്കിയിട്ടിട്ട് പോയിട്ടുണ്ട് നമ്മുടെ ജിയോപ്പ്. അങ്ങനെ ഭയങ്കര കെയറിങ് ആണ് അവളെ ജിയോപ്പ്. സോ അത് ഭക്ഷണമൊക്കെ ആയിട്ട് അവള് അകത്ത് കയറി ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോ നല്ല സന്തോഷമാവുന്നുണ്ട്. അവളെ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കെയർ ചെയ്യാൻ ഇത്ര ഒരാൾ കെയർ ചെയ്യുന്നത്. അതിന്റെ ഒരു സന്തോഷം അവളുടെ മുഖത്തുണ്ട്. അങ്ങനെ അവള് കലണ്ടറിൽ നോക്കുമ്പോ 2013 വർഷം. അപ്പൊ അവള് മനസ്സിലായി അവള് 3 വർഷം പുറകിലോട്ടാണ് വന്നത് എന്നുള്ളത്. ദെൻ അതിന് മുന്നേ തന്നെ പുറത്തിറങ്ങിയ സമയത്തിന് അവിടുത്തെ ബാനറും കാര്യങ്ങളും പോസ്റ്റേഴ്സും ഒക്കെ കണ്ടപ്പോ അവൾക്ക് വർഷം ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവള് ആലോചിക്കുവാണ് ശരിക്കും പറഞ്ഞാൽ 2021 ആവുമ്പം ഈ ജിയോപ്പ് ആ കമ്പനിയുടെ ഫുൾ ഷെയറും എടുത്തോണ്ട് ടോപ്പ് ലെവലിൽ വരുന്ന ഒരു ആളായിട്ട് മാറുമെന്നൊക്കെ അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അവൻ കൊടുത്ത പൈസ ടേബിളിൽ നിന്ന് എടുത്ത് നോക്കുമ്പോ അതിലൊരു ഹേർട്ട് സൈൻ കാണുന്നുണ്ട്. അപ്പളാണ് അവൾക്ക് മനസ്സിലാവുന്നത് ആ ക്യാബ് ഡ്രൈവർ തന്നിരുന്ന അതിലൊരു ഹേർട്ട് സൈൻ ഉണ്ടായിരുന്നു. അത് എന്താണെന്ന് വെച്ചാല് കുട്ടിക്കാലത്ത് അവളുടെ അച്ഛൻ ഇതുപോലെ അവൾക്ക് കൊടുക്കുന്ന പൈസയിലൊക്കെ ഹേർട്ട് സൈൻ വരച്ചു കൊടുത്തിരുന്നു. സോ അവളുടെ അച്ഛൻ തന്നെയായിരുന്നു ക്യാബ് ഡ്രൈവറ്. അവളുടെ രക്ഷകനായിട്ട് വന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് അവക്ക് അത് മനസ്സിലാക്കിയ സമയത്തിൽ അവിടെ വെച്ച് തന്നെ കരയുവാണ് ചെയ്യുന്നേ. അങ്ങനെ അവള് കുട്ടിക്കാലത്ത് അവളുടെ അച്ഛനുമായിട്ടുള്ള സംഭാഷണങ്ങളും, അച്ഛൻ എന്തിനാണ് ഈ ആഹ് ഹേർട്ട് സൈനൊക്കെ പൈസയ്ക്കകത്ത് എഴുതുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്, "അതെന്റെ സ്നേഹമല്ലേ മോളെ" എന്നൊക്കെ അയാള് പറഞ്ഞ് ആ ഒരു ഇതും അയാളുടെ ആ ഒരു ചിരിയും ഒക്കെ ആലോചിച്ച് അവളിങ്ങനെ നിൽക്കുകയാണ്. അവളുടെക്ക് അമ്മയില്ല. അമ്മ അച്ഛനെ അവളെയും വിട്ടിട്ട് വേറൊരാളുടെ കൂടെ പോയതാണേ.
അപ്പം അതൊക്കെ കഴിഞ്ഞ് അവളങ്ങനെ ഓർത്ത് കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്തിന് നമ്മുടെ മിന്നല്ല വില്ലനാണ് അവൻ. അവൻ അവിടേക്ക് വന്നിട്ട് പറയാ, "ബാ നമുക്ക് പുറത്ത് പോയി ആഹാരം കഴിക്കാമെന്ന്." അങ്ങനെ അവര് പുറത്ത് പോയി ആഹാരം കഴിക്കുന്ന സമയത്തിന് മിന്നാണെങ്കി അവളുടെ അടുത്ത് ജീവനോട് ചോദിക്കുകയാണ്, "നീ എന്താ ഇന്ന് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തത്? സാധാരണ ഈ സമയത്ത് പെൺകുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ വരാറുണ്ട്. എന്നാലും അത് കുറച്ച് ഓവറായി പോയി. അപ്പൊ എന്താണ് നീ പ്രഗ്നന്റ് അല്ലേ?" "പ്രഗ്നന്റോ?" അത് അപ്പോഴാണ് അവൾ ആലോചിക്കുന്നത്. അന്ന് അവൾക്ക് അത് അത്രയും വർഷങ്ങൾക്ക് മുന്നേ അവൾക്ക് വയറുവേദന വന്ന സമയത്തിന് ഗ്യാസ്ട്രിക് പ്രോബ്ലം ആയിരുന്നു ആക്ച്വലി അത്. അതായത് ക്യാൻസർ ഡിസീസിന്റെ ഒരു തുടക്കമായിരുന്നു. പക്ഷെ അത് അല്ല അന്ന് മനസ്സിലാക്കാതെ അവളത് പ്രഗ്നൻസി ആണെന്ന് വിചാരിച്ചിട്ട് അവരടുത്ത് പറഞ്ഞിരുന്നു. അപ്പം അ എന്താണ് ആ സമയത്തിന് ഇത് ഓർമ്മ വന്നതുകൊണ്ട് ജീവൻ പറയുന്നുണ്ട്, "നമുക്ക് ഈ കുട്ടിയെ വേണ്ട. നമുക്ക് നമുക്ക് ബ്രേക്കപ്പ് ആവാം. നമുക്ക് ഈ മാരേജ് ബ്രേക്കപ്പ് ആകാം" എന്നുള്ള രീതിയിൽ സംസാരിക്കുവാ ചെയ്യുന്നെ. ഇത് കേട്ടിട്ടാണെങ്കി മിന്നിനാണെങ്കി അങ്ങ് ആകെ കലി ഇളകി. "നീ എന്തിനാ എന്നെ വിട്ടിട്ട് പോകുന്നെ? നമ്മൾ എന്തിനാ ബ്രേക്കപ്പ് ആവുന്നേന്ന്" പറഞ്ഞിട്ട് വഴി വെച്ച് തന്നെ നമ്മുടെ ജിയോക്കിനെ അവൻ എടുത്തിട്ട് അടിക്കുകയും ഭയങ്കരമായിട്ട് അങ്ങ് ടോർച്ചർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്തിനാണ് ജിയോന് മനസ്സിലായത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാല് ആ പഴയ ആ മിൻ തന്നെയാണ് ഇവൻ. ഇവന്റെ ആ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. അപ്പൊ അവനെ ഇങ്ങനെ ഒറ്റയടിക്കൊന്നും അവളുടെ തലേന്ന് മാറ്റാൻ പറ്റത്തില്ല. അവനെ പതിയെ പതിയെ മാറ്റാൻ പറ്റത്തുള്ളൂന്ന് അവള് മനസ്സിലാക്കിയെടുക്കുവാ. അങ്ങനെ അവര് വഴി കിടന്ന് വഴക്കുണ്ടാക്കുന്ന കണ്ടിട്ട് കൊറിയയിലെ പോലീസുകാര് പിടിച്ചോണ്ടൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ കൂട്ടൊന്നുമല്ല. അവിടെ ക്രമസമാധാനം എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യാ. അങ്ങനെ പോലീസുകാര് പിടിച്ചോണ്ട് പോയിട്ട് അവര് പറഞ്ഞും വിടുന്നുണ്ട്. "നിങ്ങള് കപ്പിൾസ് തമ്മിലുള്ള വഴക്കല്ലേ, നിങ്ങള് പറഞ്ഞു തീർക്ക്. വഴി കിടന്നൊന്നും അടിക്കല്ലേ" എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വീട്ടിലാക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ വന്ന ശേഷം അവള് ലാപ്പ് തുറന്നിട്ട് അവളിരിക്കുമ്പോ അവൾക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. അത് പണ്ട് മിന്ന് ജോലിയൊക്കെ കളഞ്ഞിട്ട് റോയിഷന്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയില് ട്രേഡിംഗ് ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു. അങ്ങനെ അതുവഴി അവന് കുറെ പൈസ കിട്ടി അവൻ പണക്കാരനും ആവുന്നുണ്ടായിരുന്നു. അപ്പൊ അവളും വിചാരിക്കുകയാണ് ഓക്കെ അന്ന് അവൻ പറഞ്ഞിരുന്നു അങ്ങനെ ഇവളുടേന്നുണ്ടായിരുന്ന പൈസ അവൻ കുറശെ കുറശെ മേടിച്ചാണ് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അപ്പം ഇവക്ക് ഇപ്പൊ പൈസ ഉണ്ടല്ലോ അവളുടെ അക്കൗണ്ടില്. സോ അവന് കൊടുക്കാതെ അവള് തന്നെ പുതിയൊരു അക്കൗണ്ട് തുറന്ന് അതില് അവളുടെ ക്യാഷ് ഇട്ട് ഇൻവെസ്റ്റ് ചെയ്യാനെന്ന് വിചാരിക്കുവാണ്. കാരണം ഇവക്ക് ഇപ്പൊ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിയതല്ലേ. എന്തിനാ അവന് കൊണ്ട് കൊടുക്കുന്നെ? അവക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാം എന്നുള്ള രീതിയില് അവള് ഭയങ്കര സന്തോഷത്തില് പുതിയ പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന രാത്രി തന്നെ. പിറ്റേ ദിവസം തന്നെ അവൾ ഡോക്ടറിനെ അപ്പോയിന്റ്മെന്റ് എടുത്ത് കാണുന്നുണ്ട്. അവൾക്ക് എന്തെങ്കിലും ക്യാൻസറസ് അസുഖങ്ങളോ വല്ലോം അതിന്റെ തുടക്കമോ വല്ലോം ഉണ്ട്. ഡോക്ടർ പറയുന്നുണ്ട് ഇല്ല ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ളൂ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഭേദമാകുമെന്ന് പറയും. ഓക്കെ. ദെൻ അത് കഴിഞ്ഞിട്ട് അവള് അവളുടെ ജോലി രാജിവെക്കാം എന്നുള്ള രീതിയില് അവളൊരു ബുക്ക് മാർട്ടിൽ വന്ന് കുറെ ബുക്സ് ഒക്കെ പർച്ചേസ് ചെയ്യുക. കാരണം ഡോക്ടർ പറഞ്ഞിരുന്നു നിങ്ങള് കറക്റ്റ് ടൈമില് ഫുഡൊക്കെ കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അസുഖമൊന്നും വരില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ അവള് വിചാരിച്ചു അവൾക്ക് കിട്ടിയ സെക്കൻഡ് ചാൻസ് അല്ലേ. അപ്പൊ ഫുഡൊക്കെ കഴിച്ച് ആരോഗ്യമൊക്കെ നോക്കാം. അങ്ങനെ ജോലി രാജിവെക്കാൻ പോവായിരുന്നു അവള്. സോ അങ്ങനെ ബുക്സ് ഒക്കെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഷിയോ ഇപ്പൊ അങ്ങോട്ട് വരുന്നുണ്ട്. അവൻ ചോദിക്കുന്നുണ്ട് നീ എന്താ ഇങ്ങനത്തെ ബുക്സ് ഒക്കെ എടുക്കുന്നെ? സോ നീ എന്താ ജോലി രാജിവെക്കാൻ പോവാണോ? നീ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാൻ പോവാണോ? എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോ അപ്പൊ അവള് ഒന്നും അതിനെക്കുറിച്ചൊന്നും അധികം ഒന്നും പറഞ്ഞില്ല. പിന്നെ ഷിയൂപ്പ് അവളെയും വിളിച്ചുകൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറന്റിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഇരുന്ന് അവര് സംസാരവും ഒക്കെ ചെയ്യുവാണ്. അങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയില് ജിയൂപ്പ് അവന്റെ കണ്ണാടി മാറ്റി കഴിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ജിയൂൺ ആ സമയം അവനെ ഭയങ്കര മെസ്മറൈസ് ആയിട്ട് നോക്കിയിരിക്കുന്നുണ്ട്. ഇവനെ കാണാൻ എന്ത് ഭംഗിയുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവനെ കണ്ണാടി ഇല്ലാതെ കാണുന്നത്. പണ്ട് സിയു ആയിരിക്കുന്ന സമയത്ത് ആഹ് ദൂരെ നിന്ന് കണ്ടിരുന്നെങ്കിൽ ഇതുപോലെ അടുത്തിരുന്ന് സംസാരിക്കാനൊന്നും എനിക്ക് പറ്റിയിരുന്നില്ല. എന്നൊക്കെ പറഞ്ഞിട്ട് അവള് ഭയങ്കര അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് ജിയോപ്പ് ചോദിക്കുന്നുണ്ട്, "നീ ഫുഡ് കഴിച്ചോ? എങ്ങനെയുണ്ടെന്ന്" ചോദിക്കും. "ആ നല്ല രസമുണ്ടല്ലോ" എന്ന് പറഞ്ഞു. "എന്നിട്ട് നീ കഴിച്ച കൂടി ഇല്ലല്ലോ. പിന്നെ എങ്ങനാ നീ നിന്റെ ഫുഡ് കൊള്ളാന്ന് പറഞ്ഞ്" ഞാൻ ചോദിച്ചു. അവൾ പെട്ടെന്ന് ഫുഡ് എടുത്ത് വായി വെക്കുകയും പൊള്ളിയിട്ട് അവള് ധൃതിയിൽ അതെടുത്ത് കളയുകയും ചെയ്യുന്നുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജിയോപ്പ അവളെ എന്താണ് അഡ്വൈസ് ചെയ്യുവാണ്. "നീ ജോലിയൊന്നും രാജിവെക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നീ നല്ലൊരു കാലിബർ ഉള്ള ഒരു എംപ്ലോയി ആണ് നമ്മുടെ കമ്പനിയില്. സോ നീ നിന്റെ സമയമെടുത്ത് നീ ജോലി ചെയ്താ മതി. നീ ജോലിയൊന്നും രാജിവെക്കല്ലേ" എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. ആ സമയം തന്നെ നമ്മുടെ ആർക്കാണ് നമ്മുടെ സുമിനല്ല. ആഹ് ആ സുമിൻ അവളുടെ ബെസ്റ്റിയാണല്ലോ സുമിൻ ആ സമയത്ത്. സുമിന്റെ ഒരു ഫോൺ അവൾക്ക് വരുന്നുണ്ട്. പക്ഷേ ജിയോ ഇപ്പൊ പണ്ടത്തെ ജിയോനൊന്നും അല്ല. അവളാ ഫോൺ അങ്ങ് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അവൾക്ക് താല്പര്യമില്ലാത്തോണ്ട്.
സോ ആ കട്ട് ചെയ്ത് കളഞ്ഞപ്പോ സുമിന് വല്ലാത്തായിട്ട് തോന്നി. അവളെന്താ എന്റെ ഫോൺ കട്ട് ചെയ്ത്, അവളെന്റെ ബെസ്റ്റി അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാ. പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട്. ആ സുമിൻ ആ സമയത്ത് ആ കമ്പനിയിലെ ചെറിയ ഒരു ജോലിക്കാരിയായിരുന്നു. സോ ജിയൂണിനെ വെച്ചിട്ടാണ് അവള് വലിയ പൊസിഷനിലേക്ക് കേറിപ്പോകാനായിട്ട് ഇരുന്നിരുന്നത്. സോ അങ്ങനെ അവള് പ്ലാൻ ചെയ്യുവാ then. ആക്ച്വലി സുമിന് വലിയ കഴിവൊന്നും ഇല്ല. ഒരു പൊസിഷനിൽ ഇരിക്കാനൊക്കെ ഉള്ള. നല്ല കഴിവും ജോലി എടുക്കുകയും ചെയ്യുന്നത് നമ്മുടെ ചിയൂണാണ്. അപ്പം അവളെക്കൊണ്ട് കഴിവതും പിഴിഞ്ഞ് ജീവിക്കുന്ന ഒരു ജീവിയാണ് ഈ സുമിൻ എന്ന് പറയുന്നത്. അങ്ങനെ വീട്ടിൽ വന്ന് അവൾ അവളുടേതായ സ്പേസിൽ ഇരിക്കുന്ന സമയത്തിന് അവൾക്ക് ചെയ്തു തന്ന കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആലോചിച്ച് അവളിങ്ങനെ ഇരിക്കുകയാണ്. അതായത് ജിയുവിനെ കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ് ഫുഡ് കൊണ്ട് തന്നതും ഒക്കെ. അങ്ങനെ നെക്സ്റ്റ് ദിവസം അവള് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്തിന് ആ കമ്പനിയിൽ എത്തിയ സമയത്തിന് മിന്ന് എസ്കലേറ്റർ വഴി ഓഫീസിലേക്ക് കയറാനായിട്ട് നിൽക്കുമ്പം അവന്റെ കൂടെ പോകാതെ അവനെ കണ്ണ് വെട്ടിച്ച് അവള് പെട്ടെന്ന് തന്നെ സ്റ്റെപ്സ് കയറി അവളുടെ ഓഫീസിൽ എത്തുക ചെയ്യുന്നേ. അത്രയ്ക്ക് ദേഷ്യമുണ്ട് നമ്മുടെ ആരാ ജിയോണ് മിന്നിനോട്. സോ അം ആട്ടെ ഓഫീസിലെത്തിയപ്പാണ്ട് അടുത്ത കുരിശ്. സുമിൻ അവിടെ ഇരിക്കുന്നു. സുമിനാണെങ്കി അവളുടെ കാലിന്റെ കീഴെ വന്നിരുന്നിട്ട്, "ഞാൻ ഇന്നലെ നിന്നെ ഒത്തിരി ഫോൺ വിളിച്ചല്ലോ. നീ എന്താ ഫോൺ എടുക്കാഞ്ഞെ? നീ ആദ്യമായിട്ടാണല്ലോ എന്റെ ഫോൺ അറ്റൻഡ് ചെയ്തത്. നിനക്ക് ഞാനല്ലാതെ വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലല്ലോ. നീ എന്താ പെട്ടെന്ന് ഇങ്ങനെ എന്റെ ഫോണൊക്കെ എടുക്കാതായെ?" എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരുമാതിരി സോപ്പിട്ടോണ്ടിരിക്ക. അപ്പം ജീവൻ പറയുവാണ്, "അത് ഞാൻ ഇന്നലെ ഒരു ക്യാൻസർ പേഷ്യന്റ് ആയ ഒരു സ്ത്രീയെ കാണാൻ പോയിരുന്നു. ആം, അവരുടെ കഥ നിനക്കറിയണോ? അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത് അവളുടെ ബെസ്റ്റി തന്നെ അവളെ ചതിക്കുവാണ്. അവളുടെ ഹസ്ബൻഡുമായിട്ട് അവളുടെ ബെസ്റ്റിക്ക് തന്നെ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായി. അവൾക്കിപ്പോ 4th സ്റ്റേജ് ക്യാൻസറുമാണ് ഈ സ്ത്രീക്കും എന്നൊക്കെ പറയും." അപ്പം ഇത് കേട്ടിട്ട് സുമിൻ പറയുക, "അയ്യോ! എന്ത് ഒരു പന്നം പിടിച്ച പെണ്ണായിരിക്കും അവള്. ഇങ്ങനെ അവളുടെ ബെസ്റ്റിയുടെ ഹസ്ബൻഡിനെ തന്നെ ആഹ് പ്രേമിച്ച് ചാക്കിലാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് വൃത്തികെട്ട ബാഡ് ഗേൾ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. സോ അപ്പം ജിയോൺ വിചാരിക്കുകയാണ് ആ ബാഡ് ഗേൾ നീ തന്നെയാടി എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ നിന്റെ കൂടെ എന്നും കാണും കേട്ടോ. നിന്റെ ഏക ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഞാനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇരിക്കുന്ന സമയത്തിന് അവളുടെ ജനറൽ മാനേജർ പെട്ടെന്ന് വിളിക്കുന്ന കേട്ടിട്ട് ഇവള് എണീച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. ഇവള് തലയ്ക്ക് അടിയും കിട്ടുന്നുണ്ട് സുമിന്റെ. എന്നിട്ട് മാനേജർ പറയുവാണ്, നമ്മുടെ മീൽ കിറ്റ് പ്ലാനിന്റെ പുതിയ പ്രോജക്റ്റ് ഉണ്ട്. നീ നല്ലപോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു കോമഡി പീസാണ്. അയാള് ഞാൻ നല്ല ആളാണ്. ഞാൻ നിന്നെയൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത് നല്ല നീ നീ എന്തായാലും എന്റെ അത്രയും നല്ലതായിട്ട് ചെയ്യത്തില്ലെന്ന് എനിക്കറിയാന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം പൊക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിയോൺ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും സെക്കൻഡ് ചാൻസിൽ അവർക്ക് ആ മീൽ കിറ്റ് പ്ലാൻ നല്ല സൂപ്പറായിട്ട് തന്നെ ചെയ്ത് ആ ആ പ്ലാൻ വിജയിപ്പിക്കണമെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. ഈ സമയത്ത് അങ്ങനെ ജിയോണ് അവളുടെ സീനിയറിനെ പൊങ്ങച്ചാടിയൊക്കെ കേട്ടിട്ട് തിരിച്ച് പ്രിന്റർ റൂമിൽ വന്നപ്പം അവിടെ ഒരു സ്റ്റാഫ് കോഫി കുടിച്ചിട്ട് അവിടെ അറ്റത്ത് വെച്ചിട്ട് പെട്ടെന്ന് ഓടിപ്പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ലാസ്റ്റ് ടൈം അവൾക്കത് ഓർമ്മയുണ്ട്. അത് വെക്കാനായിട്ട് അവള് പോയ സമയത്തിന് അവളുടെ കാല് തട്ടി താഴെ വീണ് അവളുടെ മുട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവള് ഇപ്രാവശ്യം ആ കാല് തട്ടാതെ, ആ പെട്ടിയിൽ കാല് തട്ടാതെ ആ കപ്പ് നീക്കി വെച്ചെന്ന് കണ്ടപ്പോ അവക്ക് ഭയങ്കരായിട്ട് സന്തോഷം വന്നു. കാരണം അവക്ക് തന്റെ മെമ്മറീസ് വെച്ചിട്ട് ഒരു ഒരു ആക്സിഡന്റ് നടക്കാതെ അവക്കത് മേക്കപ്പ് ചെയ്യാൻ പറ്റിയെന്നല്ല എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അവള് അടുത്ത വാഷ്റൂമിൽ പോകുന്നുണ്ട്. വാഷ്റൂമിന്ന് അവള് അവളുടെ ഡെസ്റ്റിനി ഇങ്ങനെയാണെങ്കിൽ അവൾക്ക് മാറ്റിയെടുക്കാംന്നൊക്കെ ചിന്തിച്ചിട്ട് പുറത്ത് വരുമ്പോ ദാണ്ടെടാ നിൽക്കുന്നു മിന്ന് അവളെ നോക്കി. മിന്നീന്ന് ഇവള് കഴിവതും ഓടി ഒളിക്കുവാണല്ലോ. സോ അവള് ഓടുന്ന വഴിക്ക് വേറൊരാളുടെ ട്രോളിയില് കാല് തട്ടി അവള് താഴെ വീഴുന്നുണ്ട്. അവളുടെ മുട്ട് പിന്നെയും പൊട്ടുന്നുണ്ട്. സോ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെ ചെയ്താലും അവളുടെ ഡെസ്റ്റിനി ഒന്നും പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല. ആം, കാരണം കഴിഞ്ഞ കാരണം അവൾക്ക് എവിടെയാണോ മുറിവ് പറ്റിയത് അവിടെ തന്നെ ഈ പ്രാവശ്യവും മുറിവ് ലാസ്റ്റ് ടൈമിൽ എവിടെയാണോ മുറിവ് പറ്റിയത് അവിടെ തന്നെ ഇപ്രാവശ്യം മുറിവ് പറ്റിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പോഴാണ് അവൾക്ക് ഓർമ്മ വരുന്നത് പാസ്റ്റില് കെറ്റിലീന്നുള്ള ചൂടുവെള്ളം വീണിട്ട് അവളുടെ കയ്യില് ഒരു പൊള്ളലിന്റെ പാടുണ്ട്. പക്ഷെ അത് ഇപ്രാവശ്യം ഇല്ല. അങ്ങനെ ആവുമ്പോ അവളുടെ ആ ഒരു ഡെസ്റ്റിനി വേറെ ആർക്കോ മാറിപ്പോയിട്ടുണ്ടെന്ന് അങ്ങനെ അവള് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് നമ്മുടെ ചിയോപ്പ് വന്നിട്ട് പറയുന്ന മീറ്റിങ്ങിന് വരാൻ എല്ലാരെയും വിളിച്ചിട്ട് പോകുന്നത്. ആ സമയത്താണ് അവന്റെ കയ്യിലെ ആ പൊള്ളലിന്റെ പാട് ശ്രദ്ധിക്കുന്നത്. ആ പൊള്ളല് ഏറ്റ ഒരു സംഭവം ശ്രദ്ധിക്കുന്നത്. അപ്പൊ അവൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി അവളുടെ ഡെസ്റ്റിനി അവനിലേക്ക് മാറിപ്പോയിട്ടുണ്ടോ
അങ്ങനെയാണെങ്കിൽ അവളുടെ ആ കല്യാണം കഴിക്കും, മിന്നിനെ കല്യാണം കഴിക്കുകയും പിന്നീടാണല്ലോ അവൾക്ക് ബാക്കി എല്ലാ പ്രശ്നങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. അത് മിന്നെന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട ഒരു ഭർത്താവ് വേറെ ഒരു പെണ്ണിനും കിട്ടരുത്. അപ്പം അവനെ അവളുടെ തലയിൽ നിന്ന് മാറ്റുകയും വേണം. അവളുടെ ഡെസ്റ്റിനെ മാറ്റുകയും വേണം. അവൾക്ക് സെക്കൻഡ് ചാൻസ് നല്ല സൂപ്പർ ആക്കുകയും വേണം. സോ അപ്പം അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുമിൻ അവളുടെ ഫ്രണ്ടിലേക്ക് ചാടി വീഴുന്നത്. അപ്പോൾ അവൾ വിചാരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇവരെ തമ്മിൽ ഒരുമിപ്പിച്ചുകൂടാ? സുമിനെ മിന്നിന്റെ തല കെട്ടിവെക്കാം. അങ്ങനെ ഇവക്ക് വരാനുള്ള ഡെസ്റ്റിനി, അതായത് ക്യാൻസർ പിടിക്കുകയും അവസാനം ചത്തുപോവുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ഡെസ്റ്റിനി സുമിന്റെ തലയിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അവള് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മാരി മൈ ഹസ്ബൻഡ് എന്ന് പറയുന്നിടത്ത് ഈ എപ്പിസോഡ് തീരുവാണ്. അത് തന്നെയാണ് ഈ ഒരു സീരീസിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്.